ഇത് 16ാമത്തെ ദിവസമാണ് ഇന്ന് ഈ കുളി നടക്കുന്നത്. നിൽക്കാൻ പറ്റൂല. ഞാൻ ആദ്യം നിന്നപ്പോൾ തലചുറ്റി. വെള്ളത്തിലേ ഇരിക്കുന്നത്. ആദ്യം നിന്നപ്പോൾ തലചുറ്റി. അതുകൊണ്ട് ഞാൻ ഇരുന്ന വീണാലും കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. ഇന്നിപ്പോൾ 16ാമത്തെ ദിവസം കുളിക്കുന്നു. അപ്പം എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, കേൾക്കുന്നില്ലേ? എൻ്റെ ആവശ്യം പ്രതിനെ സംരക്ഷിച്ച താൽക്കാലിക പ്രിൻസിപ്പാൾ രാജേഷ് കെ എൻ, വന്ദന ശ്രീധരൻ HOD, രാജേഷ് KK എന്നിവർക്കെതിരെയുള്ള നടപടി കോടതി ഇടപെട്ടെടുക്കണം. സർക്കാരിൻ്റെ അടുത്തുനിന്ന് നീതിയില്ല. അപ്പോൾ കോടതി ഇടപെട്ടിട്ട് ഇവർക്കെതിരെയുള്ള നടപടി കോടതി ഇടപെടണം. കോടതി തന്നെ ഇടപെടണം. കോടതി ഇടപെടാതെ ഇതൊരു തരത്തിലും എനിക്ക് ഇതിൽ നീതി കിട്ടൂല. ഇതിലെനിക്ക് കോടതി തന്നെ ഇടപെടണം. ഒരു തരത്തിലും എനിക്കിത് ഇനി മുന്നോട്ട് എനിക്കെതിരെ ഉണ്ടായ ജോലി സ്ഥലത്തുണ്ടായ സെക്ഷൽ ഹാരാസ്മെൻറ്റിന് കൂട്ടുനിന്ന പ്രതികൾ സസുഖം അവിടെ വാഴുന്നു. ഞാൻ പുറത്ത്. ഇനി എനിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 24 മണിക്കൂറിനകം ഇന്ന് 5 മണിക്കുള്ളിൽ കോടതി ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ ഭരണ സംവിധാനം ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഇടപെട്ടിട്ട് ഈ പ്രതികൾ എത്രയും പെട്ടെന്ന് രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാളിനെയും വന്ദന ശ്രീധരനെയും രാജേഷ് KKനെയും ഇവരെടുത്ത് കൃത്യമായിട്ട് പരാതി പറഞ്ഞ രേഖേൻ്റെ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. ഈ 3 ആളെടുത്ത് 3 മാസമായിട്ട് പരാതി പറഞ്ഞിട്ട് ഇവരെനിക്കെതിരെ നടപടി എടുത്തിട്ടില്ല. പ്രതിക്കെതിരെ നടപടി എടുത്തില്ല. അവസാനം തെറ്റ് ചെയ്ത പ്രതിനെക്കാട്ടും വലിയ കുറ്റം എൻ്റെ നേരെ അടിച്ചമർത്തി. തെറ്റ് ചെയ്ത ആളെ കാട്ടി, അതായത് ജോലി സ്ഥലത്തുണ്ടായ സെക്ഷൽ ഹാരാസ്മെൻറ്റ് ചെയ്ത പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവന് കൊടുത്തതിലും വലിയ ശിക്ഷ എനിക്ക് വാങ്ങിത്തന്നു. ഇതാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികകൾ. എനിക്ക് നീതി കിട്ടുന്ന വരെ ഞാൻ പോരാടും. അത് ടൈഫോയിഡ് വന്നിട്ടോ ന്യൂമോണിയ വന്നിട്ടോ ഞാൻ ആസ്പത്രി പോകില്ല, അഡ്മിറ്റ് ആവില്ല. കാരണം അവരെന്നെ രക്ഷപ്പെടുത്തും. അത് നടക്കൂല. പിന്നെ ഒരു ഹോസ്പിറ്റലിലും ആരും കൊണ്ടുപോകില്ല, വീട്ടിൽ നിന്നും കൊണ്ടുപോകില്ല. ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. തെറ്റ് ചെയ്യാണ്ട് ശിക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ ഗൗരവം അറിയൂ. അല്ലാത്തവർക്ക് ഒരിക്കലും ഇങ്ങനത്തെ സംഭവത്തിൻ്റെ ഗൗരവം അറിയില്ല. ഞാൻ പല പ്രാവശ്യം ഈ പ്രതി മദ്യപിച്ചിട്ട് ലാബിൽ വരുന്നുണ്ടെന്നും ഈ പ്രതി മദ്യപിച്ചിട്ട് ലാബിൽ വരുന്നുണ്ടെന്നും അയാളെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നും പ്രതി മദ്യപിച്ചിട്ട് ലാബിൽ വരുന്നുണ്ടെന്നും വളരെ മോശം സ്വഭാവമാണെന്നും അയാളെ മുൻകാല ചരിത്രം മോശമാണെന്ന് രാജേഷ് KK എന്നോട് പറയുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ അടുത്ത് തന്നെ ആക്കി. പോട്ടെ, ഡിസംബർ 12 പരാതി കൊടുത്തു, ഒരു നടപടിയില്ല. ഡിസംബർ 30 എനിക്കെതിരെ എഴുതിയിട്ടു, എന്നിട്ടും നടപടിയില്ല. പിന്നെ ഞാൻ പുറത്ത് ഇതേപോലെ സമരം ഇരുന്നിട്ട് FIR ഇട്ടു. ആ FIR ഇട്ട പ്രതിനെ ഇവർ എഞ്ചിനീയറിംഗ് കോളേജിൽ വീണ്ടും കൊണ്ടുവന്ന് എൻ്റെ മുന്നിലാക്കി എന്നെ വെല്ലുവിളിച്ചു. അവർ രജിസ്റ്ററിൽ സൈൻ ചെയ്തു. അതിൻ്റെ കോപ്പിയൊക്കെ കോടതിക്ക് കിട്ടും. എന്നിട്ട് അതിന് ശേഷം ഞാൻ പിന്നെയും ഈ പ്രതിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റൂല, എനിക്ക് പ്രതിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റൂല എന്ന് തറപ്പിച്ച് പറഞ്ഞതിൻ്റെ മേലെ അവനെ താൽക്കാലികമായിട്ട് ചെറിയൊരു സസ്പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്തി ഒരുപാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് തന്നെ ട്രാൻസ്ഫർ ആക്കി. അവിടെ ഞാൻ ജോയിൻ ചെയ്തില്ല. ഉടനെ എന്നെ സസ്പെൻഷൻ അടിച്ചു. എൻ്റെ എല്ലാ ഇല്ലീഗൽ അലിഗേഷൻസും, എൻ്റെ ട്രാൻസ്ഫറും, എൻ്റെ സസ്പെൻഷനും 24 മണിക്കൂറിലധികം ഇനി നിർത്താൻ പറ്റൂല. 24 മണിക്കൂറിനകം ഈ തെമ്മാടിക്ക് കൂട്ടുനിന്ന രാജേഷ് KN എന്ന താൽക്കാലിക പ്രിൻസിപ്പാളിനെയും HODനെയും
ഇത്രയും സംഭവം ഞാൻ പോയി പറഞ്ഞിട്ട് എൻ്റെ വാക്കിന് വില തരാതെ പ്രതിക്ക് കൂട്ടുന്നവരെ ഈ മൂന്നാള്, രാജേഷ് കെ, വന്ദന ശ്രീധരൻ, രാജേഷ് കെ എൻ താൽക്കാലിക പ്രിൻസിപ്പാൾ, ഇത്രയും തെമ്മാടിത്തരം ചെയ്തിട്ടും എൻ്റെ മുഖത്ത് കരുതേക്കാൻ എന്നെ കരുതേക്കാൻ വേണ്ടിയിട്ട് ഇവരാടെ എന്നെക്കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞു നടന്ന് ഇവരെന്ത് ചെയ്യുന്നറിയോ, എനിക്കെതിരെ ഒപ്പ് ശേഖരിക്കണം. അപ്പം ഞാൻ ഈ 15 ദിവസം ഓരോ ദിവസമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിനെ വിളിച്ചു, എൻ്റെ പ്രതിഷേധത്തിലൂടെ, പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെ വിളിച്ചു, ഡയറക്ടർ വിളിച്ചു, പ്രിൻസിപ്പാൾ വിളിച്ചു. നമുക്ക് അവരെ നേരിട്ട് വിളിക്കാനുള്ള യോഗ്യതയും നമുക്ക് ഗുണ്ടായിസുമില്ല, പൊളിറ്റിക്സ്. ഞാൻ 20 വർഷമായിട്ട് 22 വർഷം 2004 മുതൽ 2024 വരെ NGO യൂണിയൻ്റെ അംഗമാണ്. NGO യൂണിയൻ്റെ അംഗം തന്നെയാണ്. അപ്പോൾ പ്രവർത്തനമുണ്ട്. അപ്പം ഞാൻ എൻ്റെ 13 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞ് വാങ്ങിയ പൈസ ഒക്കെ തിരിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉളുപ്പില്ല, തരുന്നില്ല. 3 ദിവസമായി പറഞ്ഞിട്ട് തരുന്നില്ല. അപ്പോൾ ആ പൈസയെല്ലാം എനിക്ക് ഇവർ തിരിച്ചു തരണം. കാരണം എനിക്ക് ശമ്പളമില്ല. നമ്മളിപ്പോൾ ഒരു സംഘടനക്ക് പൈസ കൊടുക്കുന്ന എന്തിനാ? നമ്മളെ എമർജൻസി സമയത്ത് നമ്മളെ സഹായിക്കാനാണ്. അവരത് തരുന്നില്ല. എനിക്ക് ഉളുപ്പുണ്ടെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുതരണം. അല്ലെങ്കിൽ അവിടെ എൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ട്, ഓഫീസിൽ എൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ട്, അതിലേക്ക് ഇടണം. ഇവന്മാരെൻ്റെ വീട്ടിൽ കയറി വരണ്ട. എൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് എൻ്റെ 13 കൊല്ലത്തെ എൻ്റെ പ്രവർത്തന ഫണ്ട് എന്ന് പറഞ്ഞ് എന്നോട് 1000 കണക്കിന് പിരിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവർ എൻ്റെ അക്കൗണ്ടിൽ ഇടണം. ഇടാതെ പറ്റൂല, എൻ്റെ അക്കൗണ്ടിൽ ഇടണം. ഞാൻ ഇവർക്കെതിരെ സുപ്രീം കോടതി വരെ പോകും. ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ പോകും. ഞാൻ ഈ കേസുമായിട്ട് ഞാൻ സുപ്രീം കോടതി വരെ പോകും. ഉറപ്പാണ് ഞാൻ പോകുന്നില്ലത്, യാതൊരു മാറ്റവും. ഞാൻ ഈ പ്രതികൾക്കെതിരെ ഏതറ്റം വരെയും പോകും. അതിന് ഞാൻ കടം വാങ്ങിയാലും ബക്കറ്റ് പിരിവ് നടത്തിയാലും ഞാൻ പോകും. കിഡ്നി വിറ്റാലും പോകും. ഒരു തരത്തിലും ഇവരെ തെറ്റിന് കൂട്ടു നിൽക്കുന്ന പെണ്ണുങ്ങൾ ഇവർ കണ്ടിട്ടുണ്ടാവും. എന്നെ ആ ലിസ്റ്റ് കൂട്ടണ്ട. എന്നെ ഇവരെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ഇവരെ രഹസ്യമായിട്ട് ഇവരെ കണ്ടിട്ടില്ല. ഇവരെ നീതി എനിക്ക് വേണ്ട. രഹസ്യമായിട്ട് കണ്ടിട്ടില്ല, നീതി എനിക്ക് ആവശ്യമില്ല. NGO യൂണിയൻ്റെയും KGOൻ്റെയും നേതാക്കന്മാരെയും രഹസ്യമായിട്ട് കണ്ടിട്ടില്ല, നീതി എനിക്ക് വേണ്ട. ഇന്നത്തെ കൂടി ഞാൻ ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് ഈ കേസ് എടുക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് നേരിട്ട് എടുക്കണം. ഇത് 16ാമത്തെ ദിവസമായി ഞാൻ കുളിക്കുന്ന. ഭക്ഷണമില്ല, പനിയാണ്, വെറും കട്ടല്ലാന്ന് ഓടുന്നു, രാത്രി ഉറക്കില്ല. അപ്പം അതീവ ഗുരുതരാണ്. ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോവില്ല. പക്ഷെ ഞാൻ മരിച്ചാലും കൂടി എന്ത് വേണമെന്ന് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതും ഒന്നൊരു വിഷയമൊന്നുമല്ല. അങ്ങനെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമില്ല. കൈക്കൂലി വാങ്ങണമെന്നില്ല, സ്ഥാനമാനങ്ങളൊന്നും വേണമെന്നില്ല. എനിക്കുള്ള യോഗ്യത വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യണം, ജീവിക്കണം. ഇവരാരും ഔദാര്യത്തിലും കയറിയ ജോലിയല്ല, സ്വമേധയാ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാക്കിയ ജോലിയാണ്. ഇവരൊരുത്തൻ്റെ ഔദാര്യത്തിൽ കയറിയ ജോലിയല്ല. അതുകൊണ്ട് എൻ്റെ ജോലിൻ്റെ നേരെ കൈവച്ചിട്ട് ഇവന്മാരെ അടി ഇരിക്കാൻ ഞാൻ വിടൂല. അതിൻ്റെ മേലെ ഇനി എന്ത് പ്രശ്നം വന്നാലും ചത്താലും വിടൂല. ചാവുന്നവരെ ഇതിനെതിരെ ഞാൻ മത്സരിക്കൂല. നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ പോരാടും. ഒരു 10-25 ഗുളിക ഉണ്ട്, 3 എണ്ണം വെച്ചിട്ട്. അങ്ങനെ അത് തിന്നൂല്ല. എനിക്ക് ഗുളിക തിന്നണമെന്നില്ല. അപ്പം എനിക്കെന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇവരെ അനീതി കൊണ്ടാണ് മരിച്ചിനി നിങ്ങൾ 4 ആൾ അറിയട്ടെ. ഈ തെമ്മാടിത്തരം കൊണ്ട്, ഗുണ്ടായിസം കൊണ്ട്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ രാജേഷ് കെൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടായിസം കൊണ്ടാണെന്ന് കോടതി അടക്കം അറിയട്ടെ. മാധ്യമങ്ങൾ വരണ്ട, എൻ്റെ അടുത്ത് ഒരു മാധ്യമങ്ങളും വരണ്ട. എൻ്റെ അടുത്ത് വരാനില്ല, ശരിക്കും എൻ്റെ അടുത്ത് വരാൻ അർഹത KM ഷാജഹാൻ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മനുഷ്യന്, അദ്ദേഹം ബന്ധപ്പെട്ട ഡോക്ടർ ഗീത മേഡം, അവർക്ക് 2 മാത്രം എൻ്റെ വിവരം അറിയാൻ വരാം. മറ്റൊരു ഊച്ചാളികളും എൻ്റെ വിവരം അറിയാൻ വരണ്ട. അതായത് KM ഷാജഹാൻ എന്ന് പറഞ്ഞ ആ വലിയൊരു മനുഷ്യൻ, നീതിക്ക് വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ, അയാൾക്കുണ്ടായ മുറിവായിരിക്കും അയാൾ ഇത്രത്തോളം പ്രതികരണത്തിന് തയ്യാറായത്. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിന് വലുത്. അതേപോലെ കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് സംസാരിച്ച മാഡത്തിന് എൻ്റെ കാര്യം എൻ്റെ വീട്ടിൽ നിന്നും കൂടി ഇത്ര വ്യക്തമായിട്ട് ആരും മനസ്സിലാക്കിയിട്ടില്ല. അവരിട്ട വീഡിയോ കുറേ പ്രാവശ്യം കണ്ടു കരഞ്ഞു.
ഡോക്ടർ ഗീത ഇട്ട വീഡിയോ, ആ മേടിട്ട വീഡിയോ ഒരു 10-25 പ്രാവശ്യം കണ്ടിട്ട് ഞാൻ കരഞ്ഞു. എൻ്റെ മക്കളോ അമ്മയോ ലോകത്താരും മനസ്സിലാക്കുന്നതിന് അതിൽ കൂടുതൽ അവരെന്നെ പഠിച്ചു. അതിലും വലിയ ഒരു നീതി എനിക്ക് കിട്ടാനില്ല. എൻ്റെ ഈ 49 വയസ്സിനിടയിൽ എൻ്റെ ഏറ്റവും വലിയ നീതി KM ഷാജഹാനും ആ ഡോക്ടർ ഗീതയും സംസാരിച്ച ടോക്കാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നീതി. ഇനി അടുത്ത നീതിക്ക് ഞാൻ പോരാടുന്നു. അവരെങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 2 റേപ്പിന് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പിലെ 2 അല്ല, അതൊക്കെ അവരെങ്ങനെ മനസ്സിലാക്കി? 100% സത്യമാണ്. എന്നിത്ര മാത്രം മനസ്സിലാക്കിയ ലേഡീൻ്റെ അടുത്ത് എനിക്ക് കടപ്പാടില്ലു. അതിന് വഴിയൊരുക്കി ഷാജഹാൻ സാറും അവരോട് മാത്രമേ നീതിയില്ലൂ. മറ്റാരോടും അങ്ങനെ നീതിയില്ല, മറ്റാരടുത്ത് കടപ്പാടില്ല. എന്നെ ദ്രോഹിച്ച പ്രതി അവന് ചെറിയ ശിക്ഷ കൊടുത്ത് പുറത്ത് നിർത്തിയിട്ടുണ്ട്. അവൻ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ആവശ്യം ഹൈക്കോടതിൻ്റെ മുന്നിൽ വെക്കുവാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിൻ്റെ മുന്നിൽ എൻ്റെ ആവശ്യം വെക്കുവാണ്. എൻ്റെ ജോലി സ്ഥലത്ത് ഒരാൾ എന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തി. ഞാൻ നിരന്തരം സമരം ചെയ്തതിൻ്റെ ഇതിൽ അവനൊരു FIR ഇട്ടു. പിന്നെ എന്താണ് പോലീസിൻ്റെ നിലപാട് എനിക്കറിയില്ല. FIR ഞാൻ സമരം ചെയ്ത് വാങ്ങിയതാണ്. ഇപ്പം അവൻ എവിടെ ഉണ്ട്, അവൻ ജാമ്യം എടുത്തു ഒന്നും അറിയില്ല. ഇവൻ വീണ്ടും എന്നെ കോളേജിൽ വന്ന് ഉപദ്രവിച്ച സമയത്ത് ഞാൻ വീണ്ടും ഒരു കംപ്ലൈന്റ് കൊടുത്തു. അതെന്തായി എനിക്കറിയില്ല. എന്നെ അയാളെ ഓർഡറിട്ട അന്ന് തന്നെ അതായത് അയാൾക്ക് സസ്പെൻഷൻ ഓർഡറിട്ട അന്ന് തന്നെ എനിക്ക് ഒരുപാട് അലിഗേഷൻസ് വെച്ചിട്ട് തന്നെ കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആക്കി. ഞാൻ പിന്നെയും എൻ്റെ പ്രതിഷേധം തുടർന്നു. എന്നിട്ട് ഇവർ മുഖ്യമന്ത്രിനെ തെറി വിളിച്ചു എന്ന് കാരണം ഉണ്ടാക്കി. മുഖ്യമന്ത്രിനെ തെറി വിളിച്ച വീഡിയോ അവരെനിക്ക് തരണം. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല, വിളിച്ച തെളിവടക്കം തരണം. അപ്പൊ ഇതിനൊക്കെ കൂട്ടുനിന്ന രാജേഷ് കെ എന്ന് പറഞ്ഞ താൽക്കാലിക പ്രിൻസിപ്പാളും ഈ രാജേഷ് കെ എന്ന ഫസ്റ്റ് ഗ്രേഡും വന്ദന ശ്രീധരൻ എന്ന് പറഞ്ഞ ആ HODയെയും ഹൈക്കോടതി ഇടപെട്ടിട്ട് എത്രയും വേഗം സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി നിയമ നടപടി സ്വീകരിക്കണം. പിന്നെ ഈ സംഭവം എന്നെ എത്തിച്ച് ഇത്ര ദ്രോഹിച്ച പ്രതിനെ എത്രയും പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്യണം. അയാളെ ജാമ്യം എടുത്തിനോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യണം. എന്നിട്ട് അയാൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. നാളെ ഒരു സ്ഥാപനത്തിൽ ഇതുമാതിരി പണി ഉണ്ടാവരുത്. ഒരു ലേഡിക്കെതിരെ. അപ്പൊ ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്കല്ല, ആരോഗ്യമന്ത്രിക്കല്ല, ബിന്ദു മാഡത്തിനൊന്നും അല്ല, എൻ്റെ മേലധികാരികൾക്കും അല്ല. ഇന്നത്തെ കുളി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതി എത്രയും പെട്ടെന്ന് എൻ്റെ ഈ സമരത്തിൽ ഇടപെടണം. ഇത് 16ാമത്തെ ദിവസമാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട്. തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണെങ്കിൽ ഇറങ്ങും. ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഡോക്ടറൊന്നും കാണൂല. എന്തെങ്കിലും ഡോളോ എന്തെങ്കിലും ഗുളിക ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. കുറേ ഗുളികയുണ്ട്, ശ്വാസതടസ്സലുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പോയി കിടക്കും. ഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ കട്ടിയില്ല ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല. ഇവിടെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഒരു മോശം തോർത്തതുകൊണ്ട് എടുത്ത് ഇങ്ങനെ ഇട്ടതാ, കോട്ടൺ തോർത്ത്.
പിന്നെ ബ്ലൗസും അത് ഇവിടെ വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അല്ലാണ്ട് നഗ്നത കാണിക്കാനല്ല. ഇവിടെ വെള്ളം ടീഷർട്ടൊക്കെ ആകുമ്പോൾ വെള്ളം നിന്നിട്ട് ഇവിടെ വല്ലാത്ത പ്രശ്നമുണ്ട്. പിന്നെ ഒരു മോശം തോർത്ത് കോട്ടൺ പഴയ തോർത്താകുമ്പോൾ അതിൽ വെള്ളം പോകുമല്ലോ, അതിന് വേണ്ടി ഇട്ടതാ ഒരു ബ്ലൗസും. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. നഗ്നത കാണിക്കാൻ വിധി എഴുതണ്ട. പിന്നെ ഇത് ഇന്നത്തെ പ്രതിഷേധം ഞാൻ ഹൈക്കോടതിയെ ഏൽപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ട് രാജേഷ് കെനെയും വന്ദന ശ്രീധരനെയും രാജേഷ് കെനെയും അന്വേഷണ വിധേയമായിട്ട് കോളേജിൽ നിന്ന് മാറ്റി നിർത്തണം. പ്രതിനെ അറസ്റ്റ് ചെയ്യണം. പ്രതി രണ്ടാമതും വന്ന് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിടുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പ്രതി FIR ഇട്ട പ്രതി രണ്ടാമത് ജോലി ചെയ്യാൻ വന്നിട്ടുണ്ട്. രണ്ടാമത് ജോലി ചെയ്യാൻ വന്നിട്ട് പിന്നെ എന്നെ വീണ്ടും ദ്രോഹിച്ച് ഞാൻ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. പയ്യന്നൂർ തളിപ്പറമ്പ് സ്റ്റേഷനിൽ. അതെന്തായി എനിക്ക് ഇന്നും അറിയില്ല. എത്രയും പെട്ടെന്ന് ഹൈക്കോടതി ഇടപെടണം. പ്രതിനെ സംരക്ഷിച്ചവരെ എത്രയും പെട്ടെന്ന് കോളേജിൽ നിന്ന് മാറ്റണം. പ്രതിനെ അറസ്റ്റ് ചെയ്യണം. കാരണം പ്രതി സസുഖം വാഴുന്നുണ്ട്. അവന് ചെറിയൊരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് തിരിച്ചെടുത്തു എന്ന് തന്നെ എനിക്കറിയില്ല. അപ്പം അതൊക്കെ അവരെടുക്കും. അവർ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് രഹസ്യമായിട്ട് തിരിച്ചെടുത്തു എന്ന് തന്നെ അറിയില്ല. അത് അവരതും എടുക്കും, അതിനപ്പുറം എടുക്കും. എൻ്റെ എല്ലാ ഇല്ലീഗൽ അലിഗേഷൻസും നിരുപാധികം പിൻവലിച്ച് എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്ത് എന്നെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിയമിക്കും വേണം. ഈ പ്രതികൾക്കെതിരെ പ്രതിക്ക് കൂട്ടുനിന്ന അതിലും വലിയ പ്രതികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ